ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു പുതിയ ദിവസത്തിന്റെ പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനം തന്നിരിക്കുകയാണ്. ആ നല്ല ദൈവത്തിന് ഞാൻ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാകുന്ന മന്ന ഭക്ഷിച്ചുകൊണ്ട് ഈ പ്രഭാതം ആരംഭിക്കാം. ഇന്നത്തെ പ്രഭാതം മന്നയുടെ ചിന്താവിഷയം ന്യായവിധിയും 10 കൽപ്പനകളും എന്നുള്ളതാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വെളിപ്പാട് പ്രവചനം 11-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. വെളിപ്പാട് 11:19. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്വഭാവത്തിന്റെ പ്രതിഫലനമാണ് ദൈവത്തിന്റെ 10 കൽപ്പനകൾ. ഈ ലോകത്തിലെ ഗവൺമെന്റുകൾ തങ്ങളുടേതായിട്ടുള്ള നിയമങ്ങളിന്മേൽ പ്രവർത്തിക്കുമ്പോൾ ദൈവീക ഭരണകൂടത്തിന്റെ കേന്ദ്രമാണ് ദൈവത്തിന്റെ സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതിയ ദൈവത്തിന്റെ 10 കൽപ്പനകൾ. ഈ കൽപ്പനകൾ വെച്ചിരിക്കുന്ന പെട്ടകത്തെ സൂചിപ്പിക്കുവാൻ തിരുവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം സാക്ഷ്യകൂടാരം എന്നാണ്. നിയമലംഘനവും നിയമപാലനവും സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷിയാണ് ദൈവത്തിന്റെ 10 കൽപ്പനകൾ. ദൈവം നമ്മെ ന്യായം വിധിക്കാൻ പോകുന്നതും ഈ 10 കൽപ്പനകളുടെ അടിസ്ഥാനത്തിലാണ്. അത് അങ്ങനെ തന്നെയാണോ നമുക്ക് നോക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. റോമർ 2:12. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. അപ്പം ഏത് ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മെ ന്യായം വിധിക്കാൻ പോകുന്നത്? വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിന്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 11-ന്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനും ഉള്ള കാലവും വന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ഇവിടെ മരിച്ചവരെ ന്യായം വിധിക്കുന്ന ദിവസത്തിൽ ദൈവത്തിന്റെ 10 കൽപ്പനകൾ വെച്ചിരിക്കുന്ന പെട്ടകം സ്വർഗത്തിലെ ദൈവാലയത്തിൽ പ്രത്യക്ഷമായി എന്ന് കാണുന്നു. എന്താണ് അതിന്റെ കാരണം? ന്യായപ്രമാണം ഉണ്ടായിട്ടും പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ദൈവീക പ്രമാണങ്ങളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയിരിക്കുന്നു? അത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, അത് മറ്റാർക്കോ വേണ്ടിയുള്ളതാണ് എന്ന് ചിന്തിക്കുന്നവരാണോ നാം? അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം നമ്മെ ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. ആയതിനാൽ ഈ കൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിനും ന്യായവിധിക്കുമായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് അതുപോലെ ജന്മദിനമുള്ള ഡോക്ടർ ബിനിമോൾ സുനിൽ കുറ്റപ്പുഴ, ആ വ്യക്തി ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ മക്കളാന്നടിയൻ കർത്താവേ, ഈ പ്രഭാതത്തിൽ ദൈവത്തെ ഒന്ന് സ്തുതിപ്പാൻ സഹായിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമേ, അവിടുത്തെ പൊന്നുകരങ്ങൾ അടിയങ്ങളെ സമർപ്പിക്കുകയാണ് നാഥ. അനുഗ്രഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും ആയിരിക്കാൻ ദൈവം സഹായിക്കണമേ. വരാൻ പോകുന്ന ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാം അടിയങ്ങളെ കാത്തു സൂക്ഷിക്കണമേ കർത്താവേ. എൻ്റെ ദൈവം അറിയാതെ അടിയങ്ങളുടെ തലയിൽ ഒരു മുടി പോലും കൊഴിയുന്നില്ലല്ലോ അപ്പാ. ദൈവകരങ്ങൾ അടിയങ്ങളെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ കരുതലുള്ള കരങ്ങളിൽ അടിയങ്ങളെ വഹിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ജന്മദിനമുള്ള പ്രിയ ഡോക്ടർ ബിനിമോൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം ഇന്നുവരെയും വ്യാപരിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ. തുടർന്നും ഈ ഒരു വർഷക്കാലം അനുഗ്രഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും ആയിരിക്കാൻ ദൈവം സഹായിക്കണമേ.
ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവം കാക്കണമേ. ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ എല്ലാം അറിഞ്ഞ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നല്ല സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവകരങ്ങളുടെ അടിയങ്ങളെ എല്ലാം താഴ്ച സമർപ്പിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലവിധമായ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കഴിയുന്ന അനേക കാര്യങ്ങളുണ്ട് പിതാവേ. ദൈവത്തിന്റെ വലിയ കൃപയും സാന്നിധ്യവും നിന്റെ മക്കളോടെല്ലാം ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു പകൽക്കാലം അടിയങ്ങൾക്ക് തരണമേ പിതാവേ. വീണ്ടും അടിയങ്ങളെ ആയുസ്സിനെ ശേഷിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ നല്ല സാക്ഷികളായി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണം. എല്ലാവിധ സ്വർഗീയ അനുഗ്രഹങ്ങളാലും നിറച്ചു വഴി നടത്തണം. പ്രാർത്ഥനയാതിനെയും കേട്ടതിനായ സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവനെ തന്ന യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും താഴ്മയെ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.